ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം കാണാതായി 56 വർഷത്തിന് ശേഷം അതിൽ സഞ്ചരിച്ചിരുന്ന സൈനികനായ സഹോദരന്റെ ഭൗതിക ശരീരം കണ്ടെത്തുമ്പോൾ ഇലന്തൂർ ഒടാട്ട് വീട്ടിൽ സങ്കടവും ഒപ്പം സന്തോഷവുമുണ്ട്. വിമാന അപകടത്തിൽ തോമസ് ചെറിയാൻ മരിച്ചുവെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ഇതൊരു നൊമ്പരമായി അവശേഷിച്ചിരുന്നു. ഇപ്പോൾ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നറിയുമ്പോൾ അതിൻ്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് കുടുംബം. 1968 ഫെബ്രുവരി 7-നാണ് ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് 102 യാത്രക്കാരുമായി പോയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-12 വിമാനം ലഡാക്കിലെ ധാക്ക ഗ്ലേസിയറിന് സമീപം തകർന്നു വീണത്. അന്നു മുതൽ വിമാനത്തിന്റെയും യാത്രക്കാരുടെ അവശിഷ്ടം തേടി എയർഫോഴ്സ് തെരച്ചിൽ തുടരുകയായിരുന്നു. 2003-ൽ 5 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ ദിവസമാണ് തോമസ് ചെറിയാൻ അടക്കം 4 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ 3 പേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാന്റെ മൃതദേഹം കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത്രയും കാലം സർക്കാരും സൈന്യവും നടത്തിയ സേവനങ്ങളിൽ നന്ദിയുണ്ട്. തിങ്കൾ വൈകിട്ട് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നിന്നും SHO നേരിട്ടെത്തി വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. പിന്നീട് സൈനിക ഉദ്യോഗസ്ഥർ വിളിച്ചാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം അറിയിക്കുന്നതെന്ന് സഹോദരൻ തോമസ് വർഗീസ് പറഞ്ഞു. 1968 ഫെബ്രുവരി 7 പ്ലെയിൻ മിസ്സായെന്നും പറഞ്ഞ് നമുക്ക് ആദ്യത്തെ അറിയിപ്പ് ടെലഗ്രാം വരുന്നത്. അത് കഴിഞ്ഞ് 2003-ൽ ലെറ്റർ വന്നു. ആക്സിഡൻ്റ് ആയിരുന്നു, ആ പ്ലെയിന് ചണ്ഡീഗഡിൽ നിന്ന് കിട്ടി. അതിൽ 2-3 മൃതശരീരം കിട്ടി. നിങ്ങളുടേതിനെയും തോമസ് ചെറിയാൻ്റെ തിരക്കുന്നുണ്ട്, അത് കിട്ടുമ്പോൾ അറിയിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. 2004-ന് ശേഷം ഒരു അറിയിപ്പും ഇല്ല. പിന്നെ ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ആറന്മുള പോലീസിൻ്റെ അവിടെ റിപ്പോർട്ട് വന്നതനുസരിച്ച് അവരിവിടെ വന്ന് വീട് തിരക്കി വന്ന ആളുണ്ടോ എന്നറിയാൻ സഹോദരന്മാരെ എല്ലാം കണ്ട് ഇവിടെ വന്നു. ഇനിയും അടുത്തത് അവിടുന്ന് അവരെ അറിയിക്കുന്നതനുസരിച്ച് ഇവിടെ ബോഡി കിട്ടുമ്പം കുടുംബക്കല്ലറയിൽ കാരൂപ്പള്ളിയിൽ അടക്കം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു അത് സന്തോഷവും അവിടെ സങ്കടവും ഉണ്ട്. തിരിച്ച് കിട്ടിയല്ലോ എന്ന്, ബോഡിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ള സമാധാനമുണ്ട്. സഹോദരനെ കാണാതാകുമ്പോൾ തനിക്ക് 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അന്ന് കാണാതായ വിവരം ടെലിഗ്രാമിലൂടെ അറിയിച്ചിരുന്നു. അക്കാലത്ത് തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന അറിയിപ്പുകളും ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിരുന്നു. പിന്നീട് ഇതും നിലച്ചു. 2003-ൽ വീണ്ടും അന്വേഷണം നടക്കുന്നതായി സൈന്യം അറിയിച്ചു. എല്ലാവരോടും നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എയർഫോഴ്സിൽ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്ന തോമസ് ചെറിയാൻ 22-ാം വയസ്സിലാണ് അപകടത്തിൽ മരിച്ചത്. ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിന് മുകളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ AN-12 വിമാനം തകർന്നായിരുന്നു അപകടം. ഇന്ത്യൻ ആർമിയിലെ ഡ്രോഗ സ്ക്വാഡ്സ്, തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ എന്നിവരടങ്ങുന്ന സംയുക്ത സംഘമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ അറിയിച്ചു. സൈനിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം തുടർകാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ആറന്മുള SHO ഇവിടെ വന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് ഇവിടെ ആൾ വന്ന് അവർ നമ്മളോട് വന്നു. ആദ്യം തോമസ് ചെറിയാൻ ആരാണ് എന്നുള്ളതിനെ പറ്റി അവർ അന്വേഷിച്ചു. അങ്ങനെയാണ് അവരിവിടെ വരുന്നത്. അപ്പം ഇവിടെ വന്ന് നമ്മളോട് ഡീറ്റെയിൽ ചോദിച്ചിട്ട് നമ്മുടെ നമ്പരും അഡ്രസ്സും അവർ കളക്ട് ചെയ്ത് മിലിറ്ററിക്ക് കൊടുക്കുകയും മിലിറ്ററിക്കാരൻ ഇവിടുന്ന് ഔദ്യോഗികമായി നമ്മളെ വിളിച്ച് ഇതുപോലെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. എങ്കിൽ പോലും തിരിച്ചു വരും എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. എന്നാലും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഇതൊക്കെ സൈനികരും ഇത്രയും കാലം, ശരിക്കും 56 വർഷം ഇതിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അതിനെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു.